എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Wands, Three of Cups, King of Swords, Knight of Cups, Six of Cups, Four of Cups. Nine of Wands and Six of Cups എനർജിയാണ്. ഈ ഒരു മാസത്തിൽ നിങ്ങൾ പല കാര്യങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ, അതായത് ഈ ജോലി ഇനി മതിയായി, ഇനി മുന്നോട്ടേക്ക് ഈ ജോലിയിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വേണമെങ്കിൽ എത്താവുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ജോലി തന്നെ നിങ്ങൾക്ക് മടുത്തിരിക്കുന്നു, ഇനി ഈ ജോലിയിൽ എനിക്ക് താല്പര്യമില്ല, ഈ ജോലിയുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വന്നേക്കാം. കാരണം ഭയങ്കരമായിട്ട് മടുത്തു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ജോലി നിർത്താൻ പറ്റിയ സമയമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് എത്തി നിൽക്കുന്നത്. മുന്നോട്ടേക്ക് നെക്സ്റ്റ്, അതായത് ഒന്നുകിൽ ഒരു പ്രൊമോഷനോ ശമ്പള വർധനോ, അല്ലെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചോ, നിങ്ങൾക്ക് എന്താണ് ആ ജോലിയിൽ നിന്ന് മടുപ്പായിട്ടുള്ളത്, ആ ഒരു കാര്യം മാറിക്കിട്ടാനുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡോണ്ട് ഗീവ് അപ്പ്, അതായത് ഇപ്പോൾ വിട്ടുകളയാൻ പറ്റിയ സമയമല്ല എന്നുള്ളത് എടുത്ത് പറയാണ്ടെന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് പറയാനുള്ളത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പ്രഷറും ടെൻഷനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ജോലിയുടെ മടുപ്പും അല്ലെങ്കിൽ ജോലിയിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നിന്ന് ഇരിക്കുന്ന സമയത്തൊരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഹൃത്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സൗഹൃദം ഒന്നുകിൽ നിങ്ങളുടെ കൂടെ പണ്ട് പഠിച്ചിരുന്നതോ നിങ്ങൾക്കറിയുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി, കുറേ നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ കാണാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ആ ഒരു സൗഹൃദം നിങ്ങൾക്ക് വളരെയധികം ഒരു ആശ്വാസമായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ കൂടെ പഠിച്ചതോ മറ്റോ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ഓഫീസിലേക്ക് തന്നെ വരുന്നതായിരിക്കാം. അതും നിങ്ങൾക്കൊരു ആശ്വാസമാണ്, ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു പ്രഷറും ടെൻഷനും നീക്കുന്നതായിട്ട്. പഴയ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പഴയ ചില ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള സൗഹൃദങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് തിരിച്ചു ജീവിതത്തിൽ നിങ്ങൾക്ക് വീണ്ടും സന്തോഷം വിതയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ചില എക്സ് പറയാലോ, ഇപ്പോൾ പഴയ നിങ്ങളുടെ ഇതിനു മുമ്പ് നിങ്ങളുടെ എക്സ് സ്പൗസ് ആയിരുന്നിരിക്കാം, ഹസ്ബൻഡോ വൈഫോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പിലായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള ആളുകളാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എങ്കിൽ, ജോലിയിലാണ് എങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ബന്ധം വയ്ക്കുക, പേഴ്സണലായിട്ട് പോകാതിരിക്കുക. അത് തിരിച്ചു വരുന്നു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആ ഒരു ബന്ധം അവിടെ, നിങ്ങൾ ആ ബന്ധം വേർപെടുത്തിയത് ഒരു കാരണം കൊണ്ടായിരിക്കും. ആ കാരണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് വീണ്ടും അതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാക്കി മാറ്റാതിരിക്കുക. അത് സ്ട്രിക്ട്ലി പ്രൊഫഷണലായിട്ട് കൊണ്ടു നടന്നാലാണ് നിങ്ങൾക്ക് നല്ലത്. അതേപോലെ 3 of Cups ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ജോലി സംബന്ധമായിട്ടുള്ള ആഘോഷങ്ങൾക്കുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസം അവസാനത്തിൽ. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ശുഭവാർത്ത ജോലിയിൽ നിന്ന് ലഭിക്കാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗഹൃദ കൂട്ടായ്മയുടെ ഒരു സന്തോഷമാണ്. ഇവിടെ ഒരു കൂട്ടായ്മയുടെ സൃഷ്ടിയും കൂട്ടായ്മയുടെ സന്തോഷവും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് എന്തോ തുടങ്ങുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ബിസിനസ്സോ കാര്യങ്ങളോ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ഒരു ഹോബിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതാവാം. ഒന്നുകിൽ ബിസിനസ് കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പിൽ സൗഹൃദത്തിലൂടെ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് എന്തെങ്കിലും യാത്ര പോകാൻ തീരുമാനിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട തീരുമാനമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു മാസം അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ ഒരു യാത്ര പോകാം. അത് ഇത്ര നാൾ കൂടുമ്പോൾ നമ്മൾക്ക് ഇന്ന യാത്രകൾ പോകാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, യാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം, അല്ലാത്ത കാര്യങ്ങളുമാവാം.
അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് തുടക്കം നിങ്ങളൊരു ആഘോഷമാക്കി മാറ്റുന്ന സിറ്റുവേഷനും ആകാം സൂചിപ്പിക്കും. ഓരോരുത്തരുടെ ജീവിതത്തിൽ സാഹചര്യത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ ഈ ആഘോഷം നിങ്ങളുടെ സുഹൃത്തുക്കളും ഒത്തുള്ളതായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതല്ല. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി എന്താണ് കാമായിട്ട്, അതായത് ഒരു മിതത്വം പാലിക്കുന്നുണ്ട് ചില കാര്യങ്ങളും. നിങ്ങൾ ഒത്തിരി സംസാരപ്രിയരാണ്, നിങ്ങൾ അധികം സംസാരിക്കുന്നില്ല, നിങ്ങൾ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നു, നിങ്ങളുടെ ശരീരഭാഷയിൽ, നിങ്ങളുടെ വസ്ത്രധാരണത്തിലും എല്ലാത്തിലും മിതത്വം പാലിക്കുന്നു എന്നുള്ളത്. അനാവശ്യമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. നിങ്ങൾ കുറച്ചുകൂടി കാമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും. നിങ്ങളുടെ ഹോബീസിലാണെങ്കിലും മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള കുറച്ച് അഗ്രസീവായിട്ട്, ഇപ്പോൾ നിങ്ങൾ ബോക്സിങ് അതുപോലുള്ള ഹോബി ഉള്ള ഒരാളാണ്, കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഹോബിയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്ന് സ്വസ്ഥതയോടെ ചെയ്യാവുന്ന ഹോബിയിലേക്ക് മാറാനുള്ള സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് സോർഡ്സ് ആൻഡ് 6 ഓഫ് പെൻഡക്കിൾസ് ആണ്, 6 ഓഫ് കപ്സ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മേലധികാരികളും അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിലുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വലിയ പൊസിഷനിലുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് കണക്ഷൻസ്, നെറ്റ്വർക്കിങ്ങിലൂടെ നല്ല നല്ല കണക്ഷൻസ് സ്ഥാപിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കിത് ഇപ്പോൾ ഗുണം ചെയ്തില്ലെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഈ ഒരു മാസം എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ സമയമാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ ഭാവിയിലേക്ക് പോകുമ്പോൾ ഈ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് പല തരത്തിൽ, നിങ്ങളുടെ ജോലിയിലാണെങ്കിലും മറ്റ് രീതിയിലൂടെ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുതരാൻ സാധ്യതയുള്ള തലത്തിലുള്ള ബന്ധങ്ങളായിരിക്കും നിങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കുന്നതെന്നുള്ളത്. അതേപോലെ 3 ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒത്തിരി സൗഹൃദ കൂട്ടായ്മകളൊക്കെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി നിങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആരുടെങ്കിലുമൊക്കെ കൂടെ ഇരിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഒത്തിരി ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയമാണ്. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ പോവുക, പബ്ബിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പോവുക, സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യം. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ ഈ സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നു. അവരുടെ സംസാരങ്ങളും അവരുടെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി താല്പര്യമുള്ളതായിട്ട് സൂചിപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സൗഹൃദം നല്ലതാണ്, സുഹൃത്തുക്കളോടൊക്കെ ആഘോഷമൊക്കെ, പക്ഷെ അത് ഫാമിലി അവോയ്ഡ് ചെയ്തിട്ടാവരുത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ അവരോടൊപ്പം സമയം ചിലവഴിക്കാത്തത് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ എപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ മറ്റേ ആൾക്കൊരു ഒറ്റപ്പെടൽ, കൂടുതൽ സമയം ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാവാം. മക്കളൊക്കെ ഉള്ളവരാണ്, സിംഗിൾ പാരൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് മക്കളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. അവരിലേക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ അവരിലേക്ക് വരുന്നുണ്ട്. ഇനി പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുള്ളവരാണെങ്കിൽ, വിവാഹം കഴിക്കാത്തവരാണെങ്കിലും, പ്രത്യേകിച്ച് സിംഗിൾ പാരൻ്റ് ആണ് അവരെ എങ്കിൽ, ഒരു ഒറ്റയ്ക്കാണ് എങ്കിൽ കുറച്ച് കൂടുതൽ സമയം അവരായിട്ട് ചിലവഴിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോബിയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവർ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഫാമിലി, അതായത് ഫാമിലിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുക. കാരണം അത് ഫാമിലിയും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒന്നാണ് ഫാമിലിയും, സൗഹൃദം മാത്രമല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ 3 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് കപ്സ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൗഹൃദം ഒരു മെഡിറ്റേഷൻ പോലെയാണ്. കാരണം നിങ്ങളുടെ സ്ട്രെസ് നിന്ന് മാറി വരുന്നൊരു കാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള സൗഹൃദങ്ങൾ സൗഹൃദത്തിലൂടെ, അതായത് ഏതും സമയവും സൗഹൃദത്തിലൂടെ, അതാണ് ജീവവായു എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ്. അത് നല്ല കാര്യം ഒരു പരിധി വരെ, പക്ഷെ അതിനും ഒരു പരിധി വയ്ക്കാം.
പിന്നെ എടുത്തു പറയാനുള്ള ഒരു മറ്റു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാസം എന്ന് പറഞ്ഞ കർമ്മഫലത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ നല്ല കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. ചെയ്ത പ്രവൃത്തികൾക്കുള്ള ഫലം ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് തൃപ്തികരമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക്, ഫണ്ടിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ജോലി സാധ്യത ഒക്കെ കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.